ഹായ് ഫ്രണ്ട്സ്, ഹെൽത്തി കുക്കറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സോയാ സോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഒരു പാൻ ചൂടാക്കി 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു തവി ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. കൈ വിടാതെ തന്നെ മിക്സ് ചെയ്യണം. പഞ്ചസാര ഒന്ന് മെൽട്ടാവുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ പഞ്ചസാര മെൽട്ടായിട്ടുണ്ട്. ഈ മെൽട്ടായ ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പഞ്ചസാര എല്ലാം മെൽട്ടാകുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റായിട്ട് മെൽട്ടാകുന്നുണ്ട്. പഞ്ചസാര കംപ്ലീറ്റായിട്ട് മെൽട്ടാകുന്ന വരെയും നമ്മൾ ഇളക്കണം. ഇപ്പോൾ പഞ്ചസാര കംപ്ലീറ്റായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇളക്കിക്കൊണ്ടേയിരുന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ, ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. സാധാരണ സോയാ സോസ് സോയാബീൻസ് പുഴുങ്ങി ഫെർമെൻറ്റ് ചെയ്ത് കുറേ പ്രിസർവേറ്റീവ്സ് എല്ലാം ചേർത്തിട്ടാണ് മാർക്കറ്റിൽ നമ്മൾക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല, വിനീഗർ പോലും ചേർക്കുന്നില്ല. സോ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ ഉണ്ടാക്കി ഒരു കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ സോയാ സോസ് ഒരുവിധം ആയിട്ടുണ്ട്. ഏകദേശം ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഈ സ്റ്റേജിൽ 1 കപ്പ് വെള്ളം, സാധാരണ നോർമൽ വാട്ടറിന് കുറച്ചായി ഒഴിച്ചു കൊടുക്കണം. തീ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. കുറച്ചായി മാറി നിന്ന് ഒഴിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആവി നമ്മുടെ മുഖത്ത് തട്ടാൻ സാധ്യതയുണ്ട്. കുറച്ചായി ഒഴിച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി കട്ടകളെല്ലാം കട്ടയായിരിക്കും. അടിയിൽ കട്ടകളെല്ലാം അലിഞ്ഞ് വെള്ളത്തിൽ മിക്സായ ശേഷം തിളപ്പിക്കണം. നല്ലപോലെ തിളപ്പിച്ച് പകുതിയാവുന്നത് വരെ വറ്റിച്ചെടുക്കണം. അതൊന്ന് പകുതിയാവുന്നത് വരെ വറ്റിച്ചെടുക്കാം. ഏകദേശം വറ്റിയ ശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം 2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർത്ത ശേഷം ഒന്ന് ഇളക്കി തീ ഓഫ് ചെയ്യാം. അധികം വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. നമ്മുടെ സോയാ സോസ് റെഡി ആയിട്ടുണ്ട്. കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം നമുക്ക്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം.
ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.